വേഡ് ഡോക്യുമെൻറ്റേഷനിൽ ഉപയോഗപ്പെടുത്തുന്ന രണ്ട് ഉപാധികളാണ്. ഒന്ന് സൂപ്പർ സ്ക്രിപ്റ്റും രണ്ട് സബ്സ്ക്രിപ്റ്റും. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെക്കൻഡ്, ഫസ്റ്റ് എന്നൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെക്സ്റ്റ് മുകളിൽ വരുന്ന ഈ സംവിധാനത്തിനെയാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്പർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, നമ്പർ അടിച്ചതിന് ശേഷം ഇതുപോലെയുള്ള യോജിച്ച തരത്തിലുള്ള ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് കയറി പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തേർഡ് എന്ന് അടിക്കുമ്പോൾ 3RD എന്നാണ് അടിക്കാറ്. അതിനുശേഷം സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 3RD എന്നുള്ളത് മുകളിലേക്ക് പോകും. എന്നാൽ നമ്മൾ തെറ്റി അടിച്ചു കഴിഞ്ഞാൽ, 10 അടിച്ചിട്ട് ST എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് പോവില്ല. കാരണം 10 TH ആണ് വരിക. അപ്പോൾ TH അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മുകളിലേക്ക് പോകും. ഇപ്പോൾ നമുക്ക് ഫോർമുലാസ് ഒക്കെ എഴുതുന്ന സമയത്ത് A+B² എന്ന് എഴുതുമ്പോൾ നമ്മൾ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സാധാരണഗതിയിലുള്ള ടൈപ്പിംഗ് ആയിട്ടാണ് കിട്ടുള്ളൂ. അതേസമയം അത് നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ, ഇവിടെ കാണുന്ന സൂപ്പർ സ്ക്രിപ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ എഴുതുന്നതിനാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ താഴെ വരുന്ന ടെക്സ്റ്റിന് താഴെ വരുന്ന സംവിധാനത്തിനാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുത്താണ്. സൂപ്പർ മുകളിൽ എഴുതുക, സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ എഴുതുക. അതിനെയാണ് സൂപ്പർ സ്ക്രിപ്റ്റ്, താഴെ സബ്സ്ക്രിപ്റ്റ്. ഇനി സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ രാസസൂത്രങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ H2SO4 എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് 2 എന്നുള്ളതും 4 എന്നുള്ളതും താഴത്തേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതിന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ്സ്ക്രിപ്റ്റ് കൊടുക്കാം. സെലക്ട് ചെയ്യാം, സബ്സ്ക്രിപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നതിനാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്റ്റ് ചെയ്യാം. മറ്റേത് സൂപ്പർ സ്ക്രിപ്റ്റ്. ഈ 2 ഉപാധികളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊന്ന് അധികമൊന്നും ഉപകാരത്തിൽ വരാത്ത ഒരു സംവിധാനമാണ്. അത് സ്ട്രൈക്ക് ത്രൂ എന്നാണ് പറയുക. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു വെട്ട് വരുന്നതിനെയാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ത്രൂ, അതിൻ്റെ മുകളിലൂടെ ഒരു ടെക്സ്റ്റ് മൊത്തമായിട്ട് മായ്ച്ചു കളയല്ല. അതേസമയം മുൻപത്തെ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിനെ പരിഷ്കരിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ആ ലൈനുകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ വെട്ടി മറ്റൊരു രീതിയിലാക്കുന്നത് കാണിക്കാനായിട്ട് ഈ സംഗതി ഉപയോഗിക്കാറുണ്ട്. അതായത് ആദ്യത്തെ വേർഷൻ എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറ് സാധാരണഗതിയിൽ. അതൊരു ഉപയോഗമാണ്. മറ്റുപയോഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ ഈ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ മുകളിലൂടെ ഒരു വെട്ട് വരുന്നതിനാണ്, ഒരു വര വരുന്നതിനാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. അധികമൊന്നും ഉപയോഗമല്ല അത്. പിന്നെയുള്ളത് ചേഞ്ച് കേസാണ്. ചേഞ്ച് കേസ് ഇത് സാധാരണഗതിയിൽ 4 തരത്തിലുള്ളതാണ് നമുക്ക് ഉപയോഗത്തിൽ വരുന്നത്. കൂടാതെ ഒരെണ്ണം ഉപയോഗത്തിലില്ലാത്ത ഒരു ചേഞ്ച് കേസ് കൂടി ഉണ്ട്. ആദ്യത്തേത്, നമുക്ക് എല്ലാ അക്ഷരങ്ങളും ചെറുതായി വരുന്നതിനെ നമ്മൾ ലോവർ കേസ് എന്നാണ് പറയുക. എല്ലാ അക്ഷരങ്ങളും ചെറുതായി വരും. ആദ്യത്തെ അക്ഷരം മാത്രം വലുതാവുന്നതാണ് സെൻറ്റൻസ് കേസ്. ആദ്യത്തെ അക്ഷരം മാത്രം വലുതാവും. അതേസമയം എല്ലാ അക്ഷരങ്ങളും വലുതാവുന്നതിനെ നമ്മൾ അപ്പർ കേസ് എന്നാണ് പറയുക. അപ്പർ കേസ്. ഇത് കൂടാതെ മറ്റൊരു കേസാണ് ടൈറ്റിൽ കേസ്. ഈ ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകത്തിലെ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം വലുതായി കാണുന്നതിനാണ് ടൈറ്റിൽ കേസ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ
അപ്പർ കേസ് ഇൻ ഈച്ച് വേർഡ് എന്നുകൂടി പറയുന്നൊരു സംവിധാനം കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ചേഞ്ച് കേസ് എന്താണെന്ന് നോക്കാം. ചേഞ്ച് കേസ് ഇവിടെ ചേഞ്ച് കേസിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ എല്ലാം ചെറിയ അക്ഷരമാവാനായിട്ട്, ഇതിപ്പോൾ ചെറിയ അക്ഷരമാണ്, എല്ലാം ചെറിയ അക്ഷരമാണ്. ഇതിൽ കണ്ടോ, ഇതാണ് ലോവർ കേസ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളായി. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അപ്പർ കേസ് എന്നുള്ളതിന് സെലക്ട് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ സെൻറ്റൻസ് കേസ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ യു മാത്രം വലിയ അക്ഷരമാവുകയും ബാക്കിയെല്ലാം ചെറിയ അക്ഷരം. ഇതാണ് സെൻറ്റൻസ് കേസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ അപ്പർ കേസ് എന്ന് പറയുമ്പോൾ എല്ലാ അക്ഷരങ്ങളും വലുതായി എഴുതുന്നതിനാണ് അപ്പർ കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അതാണ് നമ്മുടെ ടൈറ്റിൽ കേസ്. ഇവിടെ അപ്പർ കേസിന് ഞാൻ ടൈറ്റിൽ, അപ്പോൾ ഇവിടെ യു എന്നുള്ളതും സി എന്നുള്ളതും വലിയ അക്ഷരങ്ങളായി മാറി. ഇതിന് മുൻപ് ടൈറ്റിൽ കേസ് എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നായി മാറി. ഇതിനെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് മാറിയിട്ടുണ്ട്. മുൻപ് ഇത് ടൈറ്റിൽ കേസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിലെ ചേഞ്ച് കേസ് എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കീബോർഡിൽ സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് F3 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചേഞ്ച് കേസ് മാറ്റാവുന്നതാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് F3 പ്രസ് ചെയ്യുക. F3 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസ് ചേഞ്ച് കൊടുക്കാവുന്നതാണ്. കേസ് ചേഞ്ച് കൊടുക്കാവുന്നതാണ് ഷിഫ്റ്റ് F3 പ്രസ് ചെയ്തുകൊണ്ട്. ഒരു തവണ ഷിഫ്റ്റ് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റുന്നതിന്, പിന്നീടുള്ള സെൻറ്റൻസുകളിൽ മാറ്റാനായിട്ട് നിങ്ങൾക്ക് കീബോർഡിലെ F4 പ്രസ് ചെയ്താൽ മതി. F4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ. നമ്മൾ അവസാനമായ ചെയ്ത ഒരു പ്രവൃത്തിയെ തുടർന്നും ചെയ്യുന്നതിനാണ് റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ. അതിനായിട്ട് നമ്മുടെ കീബോർഡിൽ ഫങ്ഷൻ കീ ആയിട്ടുള്ള F4ൽ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനമായി കേസ് ചേഞ്ചാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായി കാണാം. മറ്റ് വെർഷനുകളിൽ ഉള്ളതുപോലെ തന്നെ ഈ വെർഷനിലും കാണുന്ന ഒരു ഉപാധിയാണ് ഹൈലൈറ്റിംഗ്. ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ടെക്സ്റ്റ് അതിവേഗത്തിൽ കാണാൻ സാധിക്കുന്ന തരത്തിൽ ടെക്സ്റ്റിനെ ഹൈലൈറ്റർ കൊണ്ട് മാർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടൂൾ സെലക്ട് ചെയ്യുക. ഏതാ കളർ എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറാവുന്നതാണ്. അതല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റിങ് സാധ്യമാണ്. മറ്റുള്ള വെർഷനുകളിലെല്ലാം നമുക്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റിംഗ് സ്വീകരിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഏത് ഭാഗത്താണ് ഒഴിവാക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന നോ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ ഹൈലൈറ്റിംഗ് ഒഴിവാക്കി കിട്ടുന്നതുമാണ്. ടെക്സ്റ്റിൻ്റെ കളറാണ് മറ്റൊരു ഓപ്ഷൻ. ഇത് മറ്റ് വെർഷനുകളിൽ എന്ന പോലെ ഇതിലും നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമായ ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ബട്ടണിൽ ഫോണ്ട് കളർ അല്ലെങ്കിൽ ടെക്സ്റ്റ് കളർ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ സ്വീകരിക്കാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കഴിയുന്ന ഫ്ലൈ ഔട്ടിൽ ഇവിടെയും ഫോണ്ട് കളർ ചെയ്യാവുന്ന സംവിധാനം നമുക്ക് ലഭ്യമാണ്. പഴയ രീതിയിൽ ബ്ലാക്കിലേക്ക് വരുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് കളർ സെലക്ട് ചെയ്ത് നമുക്ക് വർക്ക് തുടരാവുന്നതാണ്. ഫോണ്ട് ഗ്രൂപ്പിൽ കാണുന്ന മറ്റൊരു സംവിധാനമാണ്, മറ്റു വെർഷനുകളിലും ഈ സംവിധാനം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ക്ലിയർ ഫോർമാറ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ ബട്ടണാണ് അത് ഉപയോഗിക്കുന്ന ബട്ടൺ, ക്ലിയർ ഫോർമാറ്റിംഗ്. അതായത് ഫോണ്ടിലോ ടെക്സ്റ്റിലോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോണ്ട് ലെവലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ലെവലിലോ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവിധ ഫോർമാറ്റുകളെയും ഒന്നിച്ച് കളയാനുള്ളതാണിത്. ഇതിനായിട്ട് നമ്മൾ ആ ഭാഗത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് നമ്മുടെ ഡിഫോൾട്ട് ടെക്സ്റ്റിലേക്ക് വരുന്നതാണ്. നമ്മൾ ഡോക്യുമെൻ്റ് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഡിഫോൾട്ട് ടെക്സ്റ്റിലേക്ക് വരുന്നതിനായിട്ടാണ് നമ്മൾ ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുക്കുന്നത്. എല്ലാവിധ അപ്ലൈഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളും
ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ഫോർമാറ്റുകളും ഇതിലൂടെ റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ 2 ക്ലാസ്സുകളിലൂടെ പഠിച്ച കാര്യങ്ങൾ നോക്കാം. ഒന്ന് നമ്മൾ പഠിച്ചത് റിവിഷനാണ്. ഇപ്പോൾ ഇത് ഹോം ടാബ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ വിധം. ഇതിൻ്റെ ഈ മൊത്തം ഭാഗത്തെ നമ്മൾ റിബൺ എന്നാണ് പറയുക. അതിൽ ഓരോ ഹെഡിങ്ങിനെയും ഓരോ ടാബ് എന്നാണ് പറയുന്നത്. ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഹോം ടാബ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫോണ്ട് ഗ്രൂപ്പ്. ഓരോ ടാബിന് താഴെയുള്ള ഒരു കൂട്ടത്തെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഹോം ടാബിൽ നമുക്കുള്ളത് അൺഡു ഗ്രൂപ്പ്, ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്, എഡിറ്റിംഗ്, വോയിസ് എഡിറ്റർ, ഡിസൈനർ, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ ഫോണ്ട് ഗ്രൂപ്പിലെ അംഗങ്ങളെയാണ്, അതില്ലെങ്കിൽ കമാൻഡുകളെയാണ് പഠിച്ചത്. അതിൽ തന്നെ നമ്മൾ ഫോണ്ട് ചേഞ്ച് പഠിച്ചു. എന്താണ് ഫോണ്ട് എന്ന് പഠിച്ചു. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ഫോണ്ട് സൈസ്, ഗ്രോ ഫോണ്ട്, ഷിങ്ക് ഫോണ്ട്, ക്ലിയർ ഫോർമാറ്റിംഗ്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, കേസ് ചേഞ്ച്, ഹൈലൈറ്റർ, ഫോണ്ട്, കളർ. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.